നമസ്കാരം. അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നതിന് തൊട്ടു പിന്നാലെ ഉണ്ടായ വിവാദങ്ങൾ നമ്മൾ ഇപ്പോഴും മറന്നിട്ടില്ല. പ്രത്യേകിച്ചും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉണ്ടായ വലിയ ഒരു ആശയക്കുഴപ്പം. ഒരു വിഭാഗം പറയുന്നു രാമനാണ്, BJP അല്ല അവിടെ പ്രതിഷ്ഠയായിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ പോകേണ്ടതുണ്ട് എന്ന് ഹൈക്കമാൻഡിലെ തന്നെ ഒരു വിഭാഗം നേതാക്കൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു വിഭാഗം പറയുന്നു അത് പറ്റില്ല. പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിലുള്ള നേതാക്കൾ പറയുന്നു അയോധ്യയിലേക്ക് പോകരുത്, അയോധ്യയിലേക്ക് പോയാൽ തീർച്ചയായും വോട്ട് ബാങ്കിൽ വലിയ വിള്ളലുണ്ടാവും, ന്യൂനപക്ഷങ്ങൾ നമ്മളെ ഉപേക്ഷിച്ച് പോകുമെന്ന്. എന്തായാലും അയോധ്യയുടെ പേരിൽ ഏറ്റവും അധികം പുലിവാല് പിടിച്ച ഒരു പാർട്ടി കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. മറ്റ് പല പാർട്ടികൾക്കും ഇല്ലാത്ത തരത്തിലുള്ള പ്രതിസന്ധി തന്നെയാണ് ഈ അയോധ്യ കോൺഗ്രസ് പാർട്ടിക്ക് സമ്മാനിച്ചത്. എന്തായാലും കഴിഞ്ഞ ദിവസം അമിത്ഷാ പാർലമെന്റിൽ നടത്തിയ ഒരു പ്രസംഗം ഇപ്പോൾ കൂടുതൽ ചർച്ചയാവുന്നുണ്ട്. കാരണം അദ്ദേഹം അയോധ്യയെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ പാർട്ടികൾ, ഏതൊക്കെ പാർട്ടികളാണ് ഈ രാമക്ഷേത്രത്തെ പിന്തുണച്ചുകൊണ്ട് നിന്നത്, അല്ലെങ്കിൽ വരാത്ത ആളുകൾ ആരൊക്കെയായിരുന്നു, JDU എന്തുകൊണ്ട് പിൻവാങ്ങി, തുടങ്ങിയ നിരവധി കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുകയുണ്ടായിരുന്നു. അങ്ങനെ അമിത്ഷായുടെ ഒരു സംസാരത്തിന് മറുപടി പറയാൻ പ്രതിപക്ഷത്ത് നിന്നും പ്രത്യേകിച്ചും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ആരും ഉണ്ടായിരുന്നില്ല എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാൻ കിട്ടുന്ന ഒരു സാഹചര്യവും വെറുതെ കളയാറില്ല. ഇരു കൂട്ടരും പരസ്പരം തമ്മിലടിക്കാറുണ്ട്. പക്ഷെ അയോധ്യയിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് ഒരക്ഷരം പോലും ഉരിയാടാതെ ഇരിക്കുന്നത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമുണ്ട്. കാരണം ഇനി ഒരിക്കൽ കൂടി തങ്ങളെ തല്ലാനുള്ള വടി BJPയുടെ കയ്യിൽ ഏൽപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറല്ല. അതിനുള്ള ബോധ്യം അവർക്കിപ്പോൾ വന്നിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. BJPക്ക് വേണ്ടി ഒരു ക്യാമ്പയിൻ നടത്തുക എന്ന ഉദ്ദേശം കോൺഗ്രസിന് ഇല്ല എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇനിയും രാമക്ഷേത്രവും അയോധ്യയും ശ്രീരാമചന്ദ്രനെയും പറ്റി സംസാരിച്ചാൽ അത് BJPക്ക് നൽകാൻ പോകുന്ന മൈലേജ് വളരെ അധികം വലുതായിരിക്കുമെന്ന ബോധ്യം കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുതിർന്ന നേതാക്കളോട് ഉൾപ്പെടെ അപക്വമായ പരാമർശങ്ങൾ രാമക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി നടത്തരുത് എന്നുള്ള കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കേന്ദ്രത്തെ കടന്നാക്രമിക്കേണ്ട അവസരമായിരുന്നിട്ട് കൂടി, അല്ലെങ്കിൽ അയോധ്യയുടെ പേരിൽ തിരികെ മറുപടി പറയാനുള്ള അവസരമായിരുന്നിട്ട് കൂടി അത് പ്രയോജനപ്പെടുത്താത്തതിന് പിന്നിലും ഇത് തന്നെയാണ് കാരണം. നേട്ടമുണ്ടാക്കുക BJP ആണ് എന്നുള്ള ബോധ്യം അവർക്കുണ്ട്. നഖശികാന്തം ഈ അയോധ്യയെ എതിർത്തിരുന്ന ഒരു നേതാവാണ് മജ്ലിസ് പാർട്ടിയുടെ അധ്യക്ഷനായ അസദുദ്ദീൻ ഒവൈസി കഴിഞ്ഞ ദിവസം പറഞ്ഞത് എനിക്ക് രാമനോട് എതിർപ്പൊന്നുമില്ല, മറിച്ച് എനിക്ക് നാഥുറാമിനോടാണ് എതിർപ്പുള്ളത് എന്നൊക്കെയായിരുന്നു. എന്തായാലും രാമനെ വലിയ രീതിയിൽ വിമർശിച്ചിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ രാമനോട് തനിക്ക് വലിയ വിരോധമൊന്നുമില്ല, തൻ്റെ പാർട്ടിക്കും തൻ്റെ അണികൾക്കും ഒന്നും വിരോധമില്ല എന്ന തരത്തിൽ പറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ കോൺഗ്രസ് വളരെ നയപരമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച കൂടി കാണാൻ സാധിക്കും. പലപ്പോഴും BJP അവരെ പ്രവോക്ക് ചെയ്യുന്നതിന് വേണ്ടി തന്നെ, പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടി തന്നെ അയോധ്യയെക്കുറിച്ച് നിരന്തരം സംസാരിക്കാറുണ്ട്. പക്ഷെ എന്തൊക്കെ സംസാരിച്ചാലും ഇനി തങ്ങൾ അയോധ്യയെ പറ്റി ഒരക്ഷരം പോലും മിണ്ടില്ല എന്ന ഒരു കർശനമായ തീരുമാനം പാർട്ടിക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പെട്ടുപോയിരിക്കുന്ന ഒരു കോൺഗ്രസിന്റെ അവസ്ഥ കൂടി നമുക്ക് പാർലമെന്റിലും അതിന് പുറത്തുമൊക്കെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ കാണാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.